കിച്ചണിൽ വെറുതെ കയറും. ഇപ്പോൾ ഒരു കൊതി എന്തുവാ, ലുക്കി മാത്ത് വേണം, അതും ഒറ്റയ്ക്കുണ്ടാക്കി കഴിക്കണം. നോക്കിയാലോ. ഞാൻ ആദ്യമായിട്ട് ഈ ലുക്കി മാത്ത് കഴിക്കുന്നത് ഞങ്ങളുടെ ക്യൂസിയേഴ്സിൻ്റെ ഓഫീസിൻ്റെ താഴെയായിരുന്നു. നാഷണൽ ഡേൻ്റെ ടൈമിൽ അവിടെ അറബികൾ ലൈവായിട്ട് ഈ ലുക്കി മാത്ത് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് അവസാനമായിട്ടും കഴിച്ചത്. പിന്നെ ഒന്നും നോക്കിയില്ല, റെസിപ്പി അറിയില്ലെങ്കിൽ യൂട്യൂബ് നോക്കി റെസിപ്പി അങ്ങ് എടുത്തു. അറിയാത്ത പുള്ളിക്ക് എന്തിനും ഏതിനും യൂട്യൂബ് ഉണ്ടെന്നാണല്ലോ. അപ്പം അതിനകത്ത് നിന്ന് കിട്ടിയ റെസിപ്പി നോക്കി അതുപോലെ അങ്ങോട്ട് ചെയ്തു. ഈസ്റ്റ്, ഉപ്പ്, പഞ്ചസാര, ബേക്കിംഗ് പൗഡർ, പിന്നെ മൈദപ്പൊടി, ഇത്തിരി ചൂടുവെള്ളം, അത്രേ വേണ്ടി വന്നുള്ളൂ. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 3.5 മണിക്കൂറിനടുത്തായി തോന്നുന്നു. ഞാൻ അത്ര നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും അത് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് പൊന്തി വന്നുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി ഇതാണ്ട് എണ്ണ ചൂടാക്കി അതിനകത്തോട്ട് എല്ലാം കൂടി ഇട്ട് കുഞ്ഞി കുഞ്ഞി ഷേപ്പ്, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റൗണ്ടിലൊക്കെ വരേണ്ടതാണ്. എൻ്റെ ഷേപ്പൊന്നും ശരിയായില്ല, പക്ഷേ എന്താ പറയേണ്ടത്, പൊന്തി നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ ഒരു ചെറിയ സംശയത്തോടെ ആണെങ്കിൽ എടുത്ത് പൊട്ടിച്ച് നോക്കിയപ്പോഴത്തേക്കും കൊള്ളാം, ഇതേ കണ്ടില്ലേ, ഇതുപോലെ വന്നു. ഞാൻ ഒരെണ്ണം ചുമ്മാ എടുത്ത് കഴിച്ച് നോക്കി, മധുരം ഉണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ചെറിയൊരു എക്സ്പ്രഷനൊക്കെ ഇട്ട് ഞാൻ കഴിച്ച്. പിന്നെ പഞ്ചാരപ്പാനി സെറ്റാക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് ഇതാണ്ടേ കളർ വരുന്നില്ല. പിന്നെ എന്ത് ചെയ്തു, ഉടായ്പ തന്നെ 2 ഡേറ്റ്സ് എടുത്ത് അതിനകത്തോട്ട് പിച്ചിയിട്ട് കളർ വരുത്തി. പിന്നെ ആ ഡേറ്റ് മിക്സാക്കി പഞ്ചാരപ്പാനി എടുത്ത് ലുക്കി മാത്തിലോട്ട് ഒഴിച്ച്. ഞാൻ കുറേ അധികം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം എനിക്ക് ഭയങ്കരമായിട്ട് മധുരം വേണമായിരുന്നു. കാരണം നല്ല മധുരമൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ അതെടുത്തൊന്ന് കഴിച്ച് നോക്കി. അതോടെ ഒരു കാര്യം തീരുമാനമായി, ഒന്നിൽ നിൽക്കത്തില്ല. ഞാൻ 2-3 അതേപോലെ അങ്ങ് പിച്ചെടുത്ത് അങ്ങ് കഴിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കൂ കേട്ടോ. താങ്ക് യു, ബൈ ബൈ.